അപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി ആടി ഉലയുമ്പോൾ, ബി ജെ പി തകർന്ന് തരിപ്പണമാകുമ്പോൾ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി CPM രംഗത്തിറക്കിയിരിക്കുന്ന പുതിയ കാഴ്ചയാണ്. ബി ജെ പിയിൽ നടക്കുന്നത് ഇപ്പോൾ 2 ആത്മഹത്യകൾ കഴിഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ. മൂന്നാമതൊരു ആത്മഹത്യാ ശ്രമം നടന്നു. ഈ ആത്മഹത്യയിൽ ഉടനീളം കുറിപ്പുകളിൽ പറയുന്നത് കരിനിഴൽ വീണ ബി ജെ പി നേതാക്കളുടെ സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. ബി ജെ പിയുടെ ഈ നഗരത്തിലെ തലമുതിർന്ന നേതാവായ MS കുമാറും ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരായി ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങളിലും ഈ സാമ്പത്തിക ഇടപാടുകളിലും പെട്ട് ബി ജെ പി ആടി ഉലയുകയാണ്. ആ ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കാനാണ് CPM തിരുവനന്തപുരത്ത് ശ്രമിക്കുന്നത്. CPM-ൽ നിന്ന് രാജിവെച്ച് 2 പ്രമുഖരായ ആളുകൾ അവർ ഗുരുതരമായ ആരോപണമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരായി ഉന്നയിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രി ബി ജെ പിയുടെ ആളാണ് എന്നാണ് മുതിർന്ന CPM നേതാക്കൾ, പാർട്ടി വിട്ട മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി പാങ്ങോടിൽ ഒരു CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു RSS ശാഖയിൽ പോയിരുന്ന ഒരാൾ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായ. അപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പി ആടി ഉലയുമ്പോൾ, ബി ജെ പി തകർന്ന് തരിപ്പണമാകുമ്പോൾ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി CPM രംഗത്തിറക്കിയിരിക്കുന്ന പുതിയ കാഴ്ചയാണ്. അപ്പോൾ ഇതിനു മുമ്പ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന BJP CPM അവിഹിത ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. തൃശ്ശൂരിൽ ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചു. RSS നേതാവ് ഹൊസബലയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ADGP MR അജിത് കുമാറിനെ വിട്ടു. പൂരം കലക്കി BJPയെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തൃശ്ശൂരിൽ. ഇവിടെ BJP തകരുമ്പോൾ തകരാതെ BJPയെ താങ്ങി നിർത്താൻ വേണ്ടി CPM ശ്രമിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം തിരുവനന്തപുരത്തെ വോട്ടർമാരും കേരളത്തിലെ വോട്ടർമാരും തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.